happened ever in this world is Jesus resurrected and God the Father enabled for that. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് അവകാശപ്പെടുവാൻ കഴിയുന്ന നാപ്പൊഴുത്തിൽ അഥവാ പുതിയ നിയമസഭ വലിയ സന്തോഷത്തിന് കാരണക്കാരാണ്. We are very happy that Jesus was risen and we are extremely glad about it. നമുക്ക് മാത്രം അവകാശപ്പെടുവാൻ കഴിയുന്ന ആ വലിയ അത്ഭുതം. It's a great miracle that only we as a New Testament church can be rejoiced over. ലോകത്തിലെ മറ്റെല്ലാ മതങ്ങളും ഈ വിഷയത്തിന്റെ മുൻപിൽ മുട്ടുമടക്കും. All religions are coming down on their knees when they hear the resurrection of Jesus. കാരണം യേശുക്രിസ്തു മാത്രമേ ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ. Because Jesus is the only person who has resurrected and he has risen. ഇന്ന് രാത്രിയും അതോട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ചിന്തകൾ നാം ഒരുമിച്ച് പഠിക്കാൻ പോവുകയാണ്. Tonight we are going to learn a few more things in accordance with the same resurrection of Jesus. ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു 40 ദിവസം ഈ ഭൂമിയിൽ താമസിച്ചു. When Jesus was resurrected, he stayed in this world before he died. 40 ദിവസവും തന്റെ ശിഷ്യന്മാർക്ക് താൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. All these 40 days he was appearing in front of his disciples. താൻ ഒരിക്കലും തന്നെ ഉപദ്രവിച്ചവർക്കോ തന്നെ പ്രയാസപ്പെടുത്തിയവർക്കോ വെളിപ്പെട്ട് അവരെ ഭീതിപ്പെടുത്തിയിട്ടില്ല. He never went behind people who stabbed him or was against him during his cross time. തന്റെ മരണം എല്ലാവർക്കും രക്ഷയ്ക്ക് ദൈവം ഒരുക്കിയ പദ്ധതി ആയിരുന്നു. It was a desire that was been planned when Jesus died. ഉയർത്തെഴുന്നേറ്റ കർത്താവ് മറ്റുള്ളവർ തന്നെ അറിയണമെന്നാണ് ആഗ്രഹിച്ചത്. When Jesus rose, he only had one thing in his mind, that everybody should know that he is risen. അത് ഈ കൃപായുഗത്തിൽ ആ യേശുവിനെ സ്നേഹത്തിന്റെ രക്ഷകനായി അറിയുവാൻ ദൈവം ആശിക്കുന്നു. Because this is the promise what God has put in each one of us heart, that during this grace period that God, Abba Father, has put Jesus in this world. യേശുക്രിസ്തുവിന് ഉയർത്തെഴുന്നേറ്റ ശരീരത്തിൽ ആരാലും പിന്നെ ഉപദ്രവിക്കപ്പെടാൻ കഴിയാതെ ഈ ഭൂമിയിൽ താമസിക്കാനായി. Even though Jesus was risen, he still could have lived in this world and nobody could have bothered him. തന്നെ ആർക്കും പിന്നെ ഒരു ദോഷവും ചെയ്യുവാൻ കഴിയത്തില്ലായി. After that, nobody could have even touched him. ഞാൻ കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചല്ലോ, അങ്ങനെയുള്ള ഒരു ശരീരത്തിലാണ് യേശു ഉയർത്തെഴുന്നേറ്റത്. I taught you last week, in that specific body, Jesus was risen. എന്നാൽ യേശു ഈ ഭൂമിയിൽ വെറും 40 ദിവസങ്ങൾ മാത്രമേ താമസിച്ചു. But Jesus only lived in this world for 40 days after he was risen. 40ാം ദിവസം യേശുക്രിസ്തു തന്റെ ശിഷ്യരെ അനുഗ്രഹിച്ചിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്തു. On the 40th day, Jesus blessed his disciples and he went to heaven. യേശു എന്തിനാണ് സ്വർഗ്ഗാരോഹണം ചെയ്തത്? Why did he go to heaven? നമുക്ക് വേണ്ടി, For us. നമുക്ക് ചിലത് തരുവാൻ വേണ്ടിയാണ് യേശു സ്വർഗ്ഗാരോഹണം ചെയ്തത്. To give us something, that is the reason he was risen towards heaven. എന്താണ് യേശു സ്വർഗ്ഗാരോഹണം ചെയ്ത ശേഷം നമുക്ക് തന്നത്? What did he give after he went to heaven? വേദപുസ്തകം പഠിപ്പിക്കുന്നു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത യേശു നമുക്ക് ദാനങ്ങളെ തന്നു. We read in the Bible, after Jesus went to heaven, he blessed us with a lot of things. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഉയരത്തിൽ കയറി മനുഷ്യർക്ക് യേശു ദാനങ്ങളെ കൊടുത്തു. In Ephesians 4 verse 8, we read that when he ascended on high, he led captivity captive and gave gifts to men. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ യേശു ജീവിച്ചിരുന്നപ്പോൾ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടായി. When we read in John chapter 16 verse 7, we read that when he lived in this world, he used to tell about it. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. ഞാൻ പോകുന്നത്. It is an advantage that I go. ഞാൻ പോകാതിരുന്നാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. കണ്ടോ? അപ്പോൾ യേശുക്രിസ്തു എന്തിനാണ് സ്വർഗ്ഗാരോഹണം ചെയ്തത്? Why did Jesus go to heaven? നമുക്ക് ചിലത് തരുവാൻ വേണ്ടി. It is to give us something. ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശു മനുഷ്യർക്ക് കൊടുത്ത പലതും നമുക്ക് അറിയാം. We know that Jesus gave a lot of things to people when he was in the earth. തന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിങ്കൽ കല്യാണ വീട്ടിൽ താൻ അവിടുത്തെ പോരായ്മ നികത്തി വെള്ളം വീഞ്ഞാക്കി കൊടുത്തു. He turned water into wine when during his ministry in this world. താൻ പല വീട്ടിലെയും രോഗികളെ സൗഖ്യമാക്കി. He
അവർക്ക് ആശ്വാസം കൊടുത്തു. He healed many sickness of many people. ഈ ഭൂമിയിലായിരുന്നപ്പോൾ വിശന്നവർക്ക് അവൻ അപ്പം കൊണ്ട് തൃപ്തി കൊടുത്തിട്ടുണ്ട്. He gave a lot of hungry people food when he was on the earth. അങ്ങനെ തന്റെ 33 വയസ്സിലും വിശിഷ്യ ഒടുവിലത്തെ 3 വർഷക്കാലവും താൻ അനേക നന്മകൾ ഈ ഭൂമിയിൽ മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ട്. Because even on the 33.5 years, he gave a lot of things, and even after that, he helped a lot of people. ഇതിൽ നിന്ന് വ്യത്യസ്തമായ കുറെ സമ്മാനങ്ങളാണ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം യേശു നൽകി തരുന്നത്. Even something very unique that God, Jesus, is giving to us when he went to heaven. നമ്മുടെ ശ്രദ്ധ വളരെ ആഴമായി ഈ ഭാഗത്ത് പതിപ്പിക്കണമെന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. I would encourage each one of you to meditate on this specific part. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു എന്താണ് നമുക്ക് തരുന്നത്? That Jesus who was resurrected, what is he going to give us? നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ അവൻ തന്റെ മക്കൾക്ക് നൽകി തരും. He says that he will give Holy Spirit to his children. അതാണ് യേശു പറഞ്ഞത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. And Jesus said, when I'm going, it is an advantage for you. ഞാൻ പോയ ശേഷം പിതാവിനോട് ചോദിച്ച് പരിശുദ്ധാത്മാവിനെ കാര്യസ്ഥനെ നിങ്ങൾക്ക് നൽകി തരും. He said that once I go there, I will ask Father to give Holy Spirit as a helper. ശിഷ്യന്മാരോട് പറഞ്ഞു, അത് കിട്ടുവോളം നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകും. He told his disciples, till you receive the Holy Spirit, do not go out of Jerusalem. അതേ തന്റെ സഭയ്ക്ക് തന്റെ മക്കൾക്ക് യേശു ക്രിസ്തു നൽകി കൊടുത്തത് പരിശുദ്ധാത്മാവിനെ. Jesus gave Holy Spirit to his disciples and to the church. ആ പരിശുദ്ധാത്മാവ് എത്ര നാളത്തേക്ക് അത് എന്തിന് എന്നതൊക്കെ നമുക്ക് പിന്നാലെ പറയും. Let's learn how long and for what after some time. ഇങ്ങനെയാണ് യേശു പറഞ്ഞത്, എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന്. Jesus said, forever and ever. ആ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തേണ്ടതിന് The Holy Spirit will teach you, guide you, and exhort you in everything about ആ sin. പരിശുദ്ധാത്മാവ് എന്നെക്കുറിച്ച് നിങ്ങൾക്ക് പിന്നെയും മനസ്സിലാക്കി തരേണ്ടതിന് It is said that the Holy Spirit will teach you more about me. അങ്ങനെ അനേക ഉദ്ദേശങ്ങളോട് കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ മക്കൾക്ക് ദൈവം നൽകി കൊടുത്തു. Hence, the Holy Spirit have a purpose in this world, and he will teach a lot of things to us. ഇന്ന് നമ്മൾ അതിന്റെ ഒരു ഭാഗം മാത്രം ഇങ്ങനെ പഠിക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്തത് തന്റെ സഭയ്ക്ക് പരിശുദ്ധാത്മാവിനെ നൽകി കൊടുക്കുവാൻ വേണ്ടിയാണ്. We are going to learn in such a way Jesus was risen towards heaven because the Holy Spirit can take control over here. പൗലോസ് എഫെസ്യരിൽ പഠിപ്പിക്കുന്നത് ദാനങ്ങളെ കൊടുത്തു എന്നാണല്ലോ. Paul teaches in the book of Ephesians that it is gifted to men. അത് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പഠിക്കാനായി സാധിക്കും. When we learn the Bible, we can come across in this way. പകരപ്പെട്ട പരിശുദ്ധാത്മാവ്, The Holy Spirit which can be spread out. നൽകപ്പെട്ട കൃപാവരങ്ങള്, It is spiritual gifts which has been given to you. നിയമിക്കപ്പെട്ട ശുശ്രൂഷകന്മാർ, It is an appointed ministers. ഇതാണ് പ്രധാനമായി ലഭിച്ച സമ്മാനം. These are the priority that was been gifted to men. ഇവിടെ നിങ്ങൾ നോക്കിയ ഭൗതികമായ വല്ലതും അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു. Do you see any materialistic blessing in this? ഞാൻ ഉയർത്തെഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നല്ലൊരു വീട് പണിതു തരാം എന്ന് യേശു പറഞ്ഞു. Did Jesus say, when I go to heaven, I'm going to build a new house for you? സഹോദരങ്ങളെ, സ്വർഗ്ഗാരോഹണ കർത്താവിന്റെ പ്രോമിസ് ആത്മീക കാര്യങ്ങളാണ്. It is only spiritual things that God has promised when he went to heaven. ക്രൂശിലേക്ക് നിങ്ങൾ സൂക്ഷിച്ചു നോക്കി. If you look at the cross, അതിൽ ഒരു ഭാഗത്ത് കിടന്ന കള്ളൻ പറഞ്ഞു, നിന്നെ തന്നെ രക്ഷിച്ച് ഞങ്ങളെയും രക്ഷിക്കാൻ. one thief said that, you yourself come down and help us as well. വേറൊരുവൻ പറഞ്ഞു, അങ്ങ് രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണം. The other thief said that when you go to paradise, take me as well. തുല്യ അകലത്തിൽ കിടന്ന തുല്യ ശിക്ഷ വാങ്ങിക്കുന്ന രണ്ടുപേരും രണ്ട് ആവശ്യങ്ങൾ യേശുവിനോട് ചോദിച്ചു. It is two different things on the equal side the thieves asked. യേശു ഏതാ കേട്ടത്? Which one Jesus listened to? ആവശ്യബോധത്തോടു കൂടിയല്ലേ ആദ്യം ചോദിച്ചവനും ചോദിച്ചത്. The first person asked him with a desire in his heart. നിങ്ങൾ തന്നെ രക്ഷിച്ച ഞങ്ങളെയും രക്ഷിക്കാം. He said to Jesus, you save yourself and save us as അവൻ well. ചോദിച്ചത് അവന്റെ ശാരീരിക വിടുതലാണ്. He asked for something which was to be delivered within his body. അവൻ ആ ക്രൂശിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെടുവാനുള്ള വഴിയാണ് അവൻ ചോദിച്ചത്. He asked Jesus that he can come down from the cross. എന്നാൽ അടുത്തവൻ ചോദിച്ചത്
അവന്റെ ആത്മരക്ഷയാണ്. The other person asked something which was spiritual. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർക്കണം. He said that when you are glorified at the time, remember me. യേശു ഏത് പ്രാർത്ഥനയ്ക്കാ മറുപടി കൊടുത്തത്? For what prayer did Jesus answer? ഭൗതിക ആവശ്യങ്ങൾ ചോദിച്ചവനെ അല്ല അവിടെ യേശു അംഗീകരിച്ചത്. Jesus did not answer to somebody who asked for material blessing. ആത്മരക്ഷ ചോദിച്ചവനെ തള്ളിക്കളയുവാൻ യേശുവിന് കഴിഞ്ഞില്ല. Because Jesus could not deny who has asked him a spiritual blessing. ഇന്ന് പിശാച് യേശുവിന്റെ നാമത്തിൽ അനേകരെ ഉപയോഗിക്കുകയാണ്. Today Satan uses a lot of people in Jesus' name. അവർ പറയുന്നു നിങ്ങൾക്ക് ഭൗതികമായ അനുഗ്രഹങ്ങൾ നൽകി തരാം, യേശുവിനെ സ്വീകരിക്കുക. They just say that follow Jesus and all the blessing in this world will come with you. അവർ പ്രസംഗിക്കുന്ന യേശു അങ്ങനെ പലർക്കും ചെയ്തു കൊടുക്കുന്നു. The preaching that they have within the Jesus, they say only for prosperity. എന്നാൽ അവർ പ്രസംഗിക്കുന്ന യേശു വേദപുസ്തകത്തിൽ പറയപ്പെടുന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവല്ല. But the Jesus that they preach are not belonging to the Jesus in the Bible. ദൈവപുത്രനായ യേശു ക്രിസ്തു പഠിപ്പിക്കുന്ന ഈ ലോകത്തേക്കാൾ വലുത് ഒരാത്മാവിന്റെ വിലയാണ്. The Jesus in the Bible teaches us that there is much more important than this world. ആത്മാവിന്റെ വിലയ്ക്ക് സ്ഥാനം കൽപ്പിക്കാതെ ഭൗതികമായതിനെ വലിപ്പം കൽപ്പിക്കുന്ന ഏത് പ്രസംഗിയും പ്രസംഗിക്കുന്നത് നസ്രയനായ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെയല്ല. If you are not concerned about your soul and if you preach about only prosperity, it's not the original Jesus. ദൈവമക്കൾ ആഴമായി സത്യം ഗ്രഹിക്കുക. My dear children, you should listen to this. യേശു എന്ന പേര് കേട്ടതുകൊണ്ട് അത് ദൈവികമെന്ന് ധരിക്കരുത്. Do not think just listening the name of Jesus is spiritual. എന്റെ നാമത്തിൽ പലരും വരുമെന്നാണ് യേശു തന്നെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. Jesus himself said, in my name a lot of people are going to come. ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത് ദൈവപുത്രനായ നസ്രയനായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. I am preaching to you in the name of Jesus of Nazareth. ആ യേശു ക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്തത് ഇവിടെ കുറെ വീടോ ഇവിടെ കുറെ വാഹനമോ ഇവിടെ കുറെ ഭൗതിക നന്മകളോ നമുക്ക് തരുവാൻ വേണ്ടിയല്ല. The Jesus did not go to heaven so that he can give us some house, some cars. യേശു ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങൾ ഉണ്ടായേക്കുമെന്നല്ല, ഉണ്ട് എന്നാണ്. Because our Jesus teaches us that in this world you have suffering. ലോകത്തിൽ കഷ്ടങ്ങൾ ഇല്ല എന്ന് മാറ്റി തരുമെന്ന് പ്രസംഗിക്കുന്ന പ്രസംഗം ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ പ്രസംഗമല്ല. If somebody preaches you there is no suffering in this world in the name of Jesus, it is not belonging to this Bible. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ കർത്താവായ യേശു രക്ഷകനായി സ്വീകരിച്ച കൂട്ടായി ആയിരിക്കെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഈ കഷ്ടങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് പ്രസംഗിക്കുന്നു എന്ന് വിചാരിക്കുക. Just imagine I tell you just accept Jesus as your savior, there is no suffering for you. ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ ഞാൻ അപ്പോൾ കള്ളനാക്കുകയാണ്. I am making our Jesus a thief there. ഞാൻ യേശു ക്രിസ്തു പറഞ്ഞതിനെ ഖണ്ഡിക്കുകയാണ്. I am declining what Jesus told us. ദൈവപുത്രനായ യേശു പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങൾ ഉണ്ടായത്. Because our Jesus told there is suffering for all of us. ഞാൻ പറയുന്നു കഷ്ടങ്ങൾ ഉണ്ടാകത്തില്ല. And I am telling there is no suffering. അപ്പോൾ ഞാൻ പറഞ്ഞത് യേശു പറഞ്ഞതിനെതിരായിട്ട് So there is a conflict of what we have spoken. അതേ സഹോദരങ്ങളെ, ദൈവപുത്രനായ യേശു പറഞ്ഞതാണ് ശരി, ലോകത്തിൽ നമുക്ക് കഷ്ടങ്ങൾ ഉണ്ട്. My dear brother, that's what Jesus said. There is suffering for each one of us. എന്നാൽ ആ കഷ്ടങ്ങളിൽ ദൈവപുത്രൻ നമ്മോട് കൂടെ ഇരിക്കും. But in all the suffering, Jesus is going to be with us. ആ സത്യം മനസ്സിലാക്കുവാൻ ഈ രാത്രി നമുക്ക് കഴിയും. Let us understand the truth that God has spoken to us about. ആരോപണം ചെയ്തു. Why did Jesus go to heaven? നമുക്ക് സമ്മാനം തരുവാൻ. To give us something. അത് ഇപ്പോൾ തരുന്നതുണ്ട്. There is something that you get it right now. ഭാവിയിൽ തരുവാൻ പോകുന്നതുണ്ട്. You will receive something in future. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. In my father's house there are a lot of mansions. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. I'm going to make a place for you. അതത് ഒരുക്കി കഴിഞ്ഞാൽ Once I make it, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതില്ല, വേഗത്തിൽ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങൾ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളു. to make everyone sit with me, I will take all of you. ആ പ്രോമിസ് തരുവാൻ പോകുന്ന വാഗ്ദാനമാണ്. It is a future promise. എന്നാൽ ഇപ്പോൾ നാം ആയിരിക്കുമ്പോൾ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുണ്ട്. But there are certain promises and blessings that you receive right now. അതാണ് പകരപ്പെട്ട പരിശുദ്ധാത്മാവ്. That is something that has been spread from the Holy Spirit. അതാണ് നൽകപ്പെട്ട കൃപാവരങ്ങൾ. That is what a spiritual gift that has been given to you. അതാണ് നിയമിക്കപ്പെട്ട ശുശ്രൂഷകന്മാർ. That is what appointed ministers are all about. ഈ മൂന്ന് കാര്യത്തിനകത്തും സാത്താൻ ഡ്യൂപ്ലിക്കേറ്റ് കടത്തിയിട്ടുണ്ട്. Even in these three things there is a duplicate in it. പലർക്കും പരിശുദ്ധാത്മാവ് എന്താണെന്ന് പോലും അറിയത്തില്ല. Many people don't even know what Holy Spirit is all about. ചിലർ പറയുന്ന വായു പോലെ ഇരിക്കുന്ന എന്തോ ആണെന്നാണ്. Some people say it's just like air. ചിലർ വിചാരിക്കുന്ന ദ്രാവകം പോലെ ഇരിക്കുന്ന എന്തോ ആണ്. Some people say it is some different thing. പരിശുദ്ധാത്മാവ് എന്താണെന്ന് പോലും പലർക്കും അറിയത്തില്ല. Many people don't even know what Holy Spirit is all about. ചിലർ അത് എണ്ണ പോലെ ഇരിക്കുമെന്ന് ധരിക്കുന്നു. Some people think it's like oil. ചിലർ അതിന് നല്ല സ്മെല്ല് മണമുണ്ട് എന്ന് വിചാരിക്കുന്നു. Some people think that it has fragrance. എന്താണ് പരിശുദ്ധാത്മാവ്? What is Holy Spirit all about? പരിശുദ്ധാത്മാവ് ഒരു ദ്രാവകമല്ല. It is not something that is
with a thing. പരിശുദ്ധാത്മാവ് ഒരു വാതകമല്ല. It is not something that is related to anything. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയുമല്ല. It is not a power. പരിശുദ്ധാത്മാവ് ത്രിത്വത്തിൽ മൂന്നാമനാം ദൈവമാണ്. It is the third person of the Trinity. അവൻ വരുമ്പോൾ നിങ്ങളെ സത്യത്തിൽ നീതിയിൽ നടത്തുമെന്നാണ്. That is what it is said, that when the Holy Spirit comes, it will lead in truth and spirit. അവ വരുമ്പോഴെന്നല്ല. It is not a plural. അത് വരുമ്പോഴെന്നല്ല. It is not. It is a plural thing on it. അവൻ വരുമ്പോൾ It is a singular tense which is speaking ത്രിത്വത്തിൽ about. മൂന്നാമനാം ദൈവമാണ് It is പരിശുദ്ധാത്മാവ്. the third person of the Trinity. ഹല്ലേലൂയ. Hallelujah. പരിശുദ്ധാത്മാവ് എന്ന വിഷയം നമുക്ക് ദീർഘമായി പിന്നാലെ പഠിക്കാം. Let's understand about the topic of Holy Spirit. ഇന്ന് ഈ ദൈവം സഭയ്ക്ക് തന്നിരിക്കുന്ന ഈ മൂന്ന് കാര്യത്തിലും സാത്താൻ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കിയിട്ടുണ്ട്. Because Satan has put duplicate in all the three things. നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിവിധ സമൂഹങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ പല വേഷക്കെട്ടലുകൾ. A lot of people disguise themselves saying there is Holy Spirit in them. അതൊന്നും പരിശുദ്ധാത്മാവാണെന്ന് ദൈവമക്കൾ തെറ്റിദ്ധരിക്കരുത്. Do not misunderstand that it's Holy Spirit. പരിശുദ്ധാത്മാവ് എന്താണെന്ന് നമ്മൾ അംഗീകരിക്കുന്ന വിശുദ്ധ വേദപുസ്തക വെളിച്ചത്തിലായി. We have to understand what Holy Spirit is, the principle of the Bible. പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നമ്മുടെ ദൈവം തന്നതാണ്. Jesus has given Holy Spirit for the church. അത് ഇന്ന് സഭയിൽ ഉണ്ട്. It is there within our church. കർത്താവിന്റെ സഭ ഇവിടുന്ന് യേശുവിനോട് ചേരുവോളം ഈ ഭൂമിയിൽ സഭയോട് ഒരുമിച്ച് പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കും. Till the second coming of Jesus, Holy Spirit will be with us as a helper. യേശുവിന്റെ അടുക്കൽ സഭ എത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. Because Holy Spirit will lead us towards God's church. ഇത് കൃപായുഗമായിരിക്കാൻ കാരണം തന്നെ പരിശുദ്ധാത്മാവ് ഇവിടെ ഉള്ളതുകൊണ്ടാണ്. The reason why it is called the period of grace is because of the Holy Spirit. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നതല്ല പരിശുദ്ധാത്മാവല്ല. But do not think that Holy Spirit is something that is very different. പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറയുന്നത് പരിശുദ്ധാത്മ ശക്തി ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കും. The greatest thing that you can see in a person about Holy Spirit, it is within that specific person. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും എന്റെ സാക്ഷികളാകുമെന്നാണ് യേശു പറഞ്ഞത്. Because it is said that you will receive it and then you are going to spread my gospel. പരിശുദ്ധാത്മാവ് ശക്തിയല്ല. It is not Holy Spirit is a power. പരിശുദ്ധാത്മാവ് ത്രിത്വത്തിൽ മൂന്നാമനാം ദൈവമാണ്. Because the Holy Spirit is the third person in the Trinity. എന്നാൽ പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട്. But Holy Spirit has power within itself. ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവ് ആ വ്യക്തിയിൽ പരിശുദ്ധാത്മ ശക്തി ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. You are able to identify a person with the Holy Spirit because he has the power of Holy Spirit within him. ആ ശക്തി കൊണ്ടാണ് സാത്താന്റെ പ്രവർത്തനങ്ങളെ നാം എതിർത്ത് ജയിക്കുന്നത്. That's how we are declining Satan's work in ആ our lives. ശക്തി കൊണ്ടാണ് കഷ്ടങ്ങളെ നാം ജയിക്കുന്നത്. That's how we overcome sufferings. ആ ശക്തി കൊണ്ടാണ് നാം ഈ ലോകത്തെ ജയിക്കുന്നത്. That is the power how we are going ആ to overcome ശക്തി the കൊണ്ടാണ് world. നാം ജഡത്തെ ജയിക്കുന്നത്. We are overcoming the bodily flesh. പിശാചിന്റെ പ്രവൃത്തികളെ അടിക്കുവാൻ കഴിയുന്ന ആ ശക്തി കൊണ്ടാണ്. The power which will turn out every sin. യേശു ഉയർന്നത് ആ പരിശുദ്ധാത്മ ശക്തി കൊണ്ടാണ്. Jesus' resurrection was with that power of the Holy Spirit. അപ്പോസ്തലന്മാർ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചപ്പോൾ ഈ ശക്തിയാണ് അവർക്ക് വിജയം നൽകി കൊടുത്തത്. When apostles had to overcome, this is the power of the Holy Spirit. മതത്തിന്റെ ശക്തി അവർക്ക് പേടിക്കേണ്ടി വന്നില്ല. They did not have to worry about anything else. രാഷ്ട്രീയ ശക്തി അവർക്ക് പേടിക്കേണ്ടി വന്നില്ല. They did not have to deal with any politics. ലോകത്തിലെ ഉന്നതന്മാരുടെ ശക്തി അവർക്ക് ഭയപ്പെടേണ്ടി വന്നില്ല. They did not have to worry about any of this കാരണം power. അവരുടെ ദൈവാത്മ ശക്തി ഉണ്ടായിരുന്നു. Because the power of the Holy Spirit was with them. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങി വന്നു എന്നാണ് വായിക്കുന്നത്. That's what it is. Jesus came with the Holy Spirit in Galilee. അവൻ മരുഭൂമിയിൽ സാത്താനുടെ പരീക്ഷയിൽ ജയിച്ച ശേഷം ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങി വന്നു. He overcame Satan and came with the Holy Spirit according to the Bible. നമുക്ക് പരിശുദ്ധാത്മാവ് എന്ന വിഷയം ഞാൻ പറഞ്ഞല്ലോ പിന്നാലെ അധികമായി പഠിക്കാം. Let's learn about the topic of the Holy Spirit in future. അതുകൊണ്ട് ഒരാളൊന്ന് ചാടിയതുകൊണ്ടോ ഒരാൾ രണ്ട് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചതുകൊണ്ടോ ആത്മാവാണെന്ന് തെറ്റിദ്ധരിക്കരുത്. Do not misunderstand when a person overreacts himself. സാത്താൻ ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ് പരിശുദ്ധാത്മാവെന്ന പേരിൽ ഇറക്കിയിട്ടുണ്ട്. Because Satan has introduced a lot of duplicates with the Holy Spirit. അന്യഭാഷ പറയുന്ന അനേക കത്തോലിക്കര് മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. You will see a lot of Catholic people saying in tongues, but they still continue to worship Mary. ഈയിടെ ഈ കത്തോലിക്ക സഭ ഒന്നിലധികം വിശുദ്ധന്മാരെ വാഴിക്കുകയുണ്ടായി. There are a lot of people who have been bought as God there. കത്തോലിക്ക സഭയിൽ ഒന്നിനും വിശുദ്ധരാകാനുള്ള ഏറ്റവും കുറഞ്ഞ യോഗ്യത ആൾ ചത്തിരിക്കണമെന്നുള്ളതാണ്. The greatest principle, if you need to be somebody high, is that you need to be dead. ജീവിച്ചിരിക്കുന്ന ആർക്കും വിശുദ്ധനാകാനൊക്കത്തില്ല. Because if you are alive, you cannot be that same. ചത്താലും അടുത്ത ദിവസമോ അടുത്ത മാസമോ ഒന്നും വിശുദ്ധനാകാനൊക്കത്തില്ല. It is not that you die the second day they proclaim you. പുള്ളി പല
യേശുവിൽ കൂടെ കയറി പോയിട്ട് പിന്നെ വിശുദ്ധനാകാനൊക്കത്തുള്ളൂ. It is a periodic process that makes that person something very holy. ഒത്തിരി നമുക്ക് സങ്കടം തോന്നുന്ന കാര്യമാണ്. It is very upsetting to us. ഓർത്തഡോക്സ് സഭയ്ക്കൊക്കെയാണ് ജീവിച്ചിരിക്കുമ്പോൾ പരിശുദ്ധനാകാനായിട്ട് സാധിച്ചു എന്ന് വരും. If you check with the Orthodox churches, when you are alive, you can be one of the holy person. എന്നാൽ ഒടുവിൽ അവരുടെ ശവസംസ്കാരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. But when you go to whenever you go for their funeral, you see that you pray for their soul. ഈയിടെ ഒരു കാതോലിക്ക മരിച്ചു. This day, one of the Catholic person died. മരിച്ചു എന്ന് പറഞ്ഞാൽ പാപമാണ്, കാലം ചെയ്തു എന്ന് പറയണമെന്നാണ് പഠിപ്പിക്കുന്നത്. It is said that to say he died is something sinful. നിങ്ങൾക്കറിയാമല്ലോ സാധാരണക്കാർക്ക് മരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. You know that only common people can die. അതിന് സാമ്പത്തികമോ സ്ഥാനമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കാലം ചെയ്യുകയോ നിര്യാതനാകുക എന്നൊക്കെ പറയണം. There are different ways they don't say that he died. ഏതായാലും അവസാനം ആ മനുഷ്യന്റെ അടക്കമൊക്കെ കഴിഞ്ഞപ്പോൾ പറയുകയാണ് അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചോളാം. Because after every burial and everything is done, we say that we have to pray for his soul. യാതൊരു ഉറപ്പുമില്ല ഇവിടെ ഇരിക്കുമ്പോൾ ആത്മശാന്തി ഉണ്ടെന്നുള്ളതിന്. They did not even have a hope that his soul is redeemed. ഞാൻ പറഞ്ഞതിന്റെ സാരം അവരും പറയും അന്യഭാഷ. Because even those people will say in tongues. അവരും കൊടുക്കും രോഗശാന്തി. They will also heal the sick. അവരും പ്രസംഗിക്കും ദൈവത്തിന്റെ വചനം. They speak about the word as well. ദൈവമക്കളെ ഇതൊന്നും സാക്ഷാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവല്ല. It is not something that relates to Holy Spirit. പിശാച് ഒത്തിരി എണ്ണത്തെ വ്യാജമായി ഇറക്കിയിട്ടുണ്ട്. There are a lot of hypocrisy that Satan has brought into the church. രണ്ടാമത്തേതാണ് ശുശ്രൂഷകന്മാരെ. The second is the ministers. ശുശ്രൂഷകന്മാരായ ഒത്തിരി എണ്ണം ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. A lot of ministers are ministering. അതൊന്നും ദൈവമാക്കിയതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. Do not think that all ministers are appointed from God. ഒരാളെ മീശത്താടി നീട്ടിയത് കൊണ്ടോ, If somebody grows the beard, ഒരാളെ വെള്ള ഉടുപ്പ് ധരിച്ചത് കൊണ്ടോ, if somebody just wears white ഒരാളെ shirt, കല്യാണം കഴിക്കാതിരുന്നത് കൊണ്ടോ if somebody did not marry, ഒന്നും ദൈവത്തിന്റെ സുവിശേഷവേലക്കാരാകത്തില്ല. it is not that they are the appointed ministers. ദൈവം ആക്കുന്നവരാണ് ദൈവത്തിന്റെ വേലക്കാർ. Because once Jesus appoints, they are the ministers. ത്രിയേക ദൈവം നിയമിക്കുന്നവരാണ് ദൈവത്തിന്റെ ശുശ്രൂഷകന്മാർ. The Holy Spirit appoints, they are the ministers. പൗലോസിനെ എടുത്തപ്പോൾ യേശു പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. When Paul was taken, do you see how Jesus spoke? ഞാൻ അവരെ നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും ജാതികൾക്കും മധ്യേ ഒരു പാത്രമായി തെരഞ്ഞെടുത്തിരിക്കുന്നു. I have chosen him as a vessel among a lot of people. ദൈവം തെരഞ്ഞെടുക്കുന്നവരാണ് ദൈവത്തിന്റെ ദാസന്മാർ. What God chooses, they are the appointed ministers. ദൈവം നിയമിക്കുന്നവരാണ് ദൈവത്തിന്റെ ശുശ്രൂഷകന്മാർ. When God appoints, they are the ministers of the church. അവരുടെ യോഗ്യത ദൈവത്തിന്റെ വചനത്തിൽ കൊടുത്തിട്ടുണ്ട്. Everything is scripturized in this Bible. അത് വെച്ചാണ് നാം അത് കണ്ടെത്തുന്നത്. After that, we come to a conclusion about that. ദൈവം തന്റെ സഭയ്ക്ക് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു സ്വർഗ്ഗാരോഹണം ചെയ്തതിനാൽ അനേക നന്മകൾ നൽകി കൊടുത്തു. That's why when Jesus went up to heaven, the lot of gifts that was been given to us. ഇതിന് ഒരു നിഴലെ നമുക്ക് പഠിക്കാനായി സാധിക്കും. We can also learn something with it. ഇനി ഞാൻ പഠിപ്പിക്കുന്ന ഒന്നുകൂടെ ദൈവമക്കളെ ശ്രദ്ധിക്കുക. I would encourage you to understand what I'm going to teach right now. ഇതിന്റെ നിഴലാണ് ഏലിയാവ് എടുക്കപ്പെട്ടപ്പോൾ എലീശ പ്രാപിച്ച അനുഭവങ്ങൾ. We can come across the same situation where when Elijah was taken up, Elisha was with him. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം പഠിച്ചാൽ നമുക്ക് ഇത് മനസ്സിലാക്കുവാൻ സാധിക്കും. We are able to learn when we read 2 Kings. ഏലിയാവ് സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. Elijah was taken up to heaven. എലീശ ആത്മപൂർണ്ണനായി ആത്മശക്തി പ്രാപിക്കുന്നു. Elisha was filled with the Spirit. നോക്കുക, ഏലിയാവ് ഉയർത്തെഴുന്നേറ്റ സ്വർഗ്ഗത്തിൽ നമ്മുടെ കർത്താവായ യേശുവിന്റെ നിഴലാണ്. It is a resemblance when Jesus was taken up to heaven like Elijah. എലീശ സഭയ്ക്ക് അഥവാ എനിക്കും നിങ്ങൾക്കും നിഴലാണ്. Elisha resembles our church. എലീശ പ്രാപിച്ച ദൈവാത്മാവ് പെന്തക്കോസ്തിനാൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ നിഴലാണ്. The Spirit which Elisha had, that is the Holy Spirit that we New Testament church have right എന്തുകൊണ്ട് now. എലീശയ്ക്ക് ദൈവാത്മാവിനെ പ്രാപിപ്പാൻ സാധിച്ചു? Why Elisha was filled with the Spirit? ഏലിയാവ് എടുക്കപ്പെട്ടതിനാൽ. Because Elijah was taken up to heaven. ഏലിയാവ് എങ്ങോട്ടാണ് എടുക്കപ്പെട്ടത്? Where did Elijah go to? ഏലിയാവ് സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടു. Elijah went to heaven. ഏലിയാവ് സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടതിനാൽ എലീശയെ നിനക്ക് എന്ത് കിട്ടി? When Elijah was taken up to heaven, what did you get, Elisha? എനിക്ക് കിട്ടിയത് ആത്മശക്തി. He said that I got the Spirit. ഹല്ലേലൂയ. ദൈവമക്കളെ, ഗൗരവമായി ഈ ഭാഗം നിങ്ങൾ പഠിച്ച്. It is very important to understand നമ്മുടെ this. കർത്താവ് എങ്ങോട്ടാണ് എടുക്കപ്പെട്ടത്? Where does God go to? നമ്മുടെ കർത്താവ് സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ടു. Our God went to heaven. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? So what did we get? ദൈവാത്മാവിനെ കിട്ടി. We got the Holy Spirit. ഞാൻ നിങ്ങളോട് പറയാം സഹോദരങ്ങളെ, Let me tell you this, brethren. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചപ്പോൾ അനേക അപ്പങ്ങൾ ഉണ്ടായല്ലോ. When 5 loaves of bread was put into 5,000, ആ അപ്പം എല്ലാം കൂടെ കിട്ടിയാലും ഈ ആത്മാവ് കിട്ടിയത് തുല്യമാണ്.
existed in this world together cannot measure the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവെന്നത് എത്ര ശ്രേഷ്ഠമെന്ന് ദൈവമക്കൾ ഈ രാത്രി മനസ്സിലാക്കണം. My dear brother, you have to understand how important Holy Spirit is in our church. നമ്മൾ ഉയർക്കുവാൻ പോകുന്നത് ഈ ആത്മശക്തി ഉള്ളതുകൊണ്ടാണ്. We are going to be resurrected because of the Spirit. നമ്മൾ ഇവിടുന്ന് പോകാൻ പോകുന്നത് ഈ ആത്മശക്തി ഉള്ളതുകൊണ്ടാണ്. We are going to be transformed because of the Holy Spirit. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ശരീരം രൂപാന്തരം പ്രാപിപ്പാൻ പോകുന്നത് എങ്ങനെയാണ്? What do you think? How this body is going to be transformed? ഈ ശരീരം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ രൂപാന്തരം പ്രാപിപ്പാൻ കഴിയുമെന്ന് ഒരുപക്ഷേ നിങ്ങൾ ധരിച്ചേക്കാം. You might think that if this body is the same manner, we are going to transform. എന്നാൽ എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് ആദാം മരിച്ച് അവസാനിച്ചത്. But long years ago, Adam died. ആദാമിന്റെ ശരീരാവശിഷ്ടങ്ങൾ എവിടെയാണെന്ന് ആർക്കെങ്കിലും പറയാമോ? Do any person know where his bones are right now? കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ 2 വർഷം മുമ്പ് മരിച്ച വ്യക്തിയുടെ ശരീരത്തിന്റെ അവശിഷ്ടം എവിടെയാണെന്ന് ആർക്കെങ്കിലും പറയാമോ? 2 years before somebody died, do you know where his bones are? ചില പക്ഷികൾ തിന്നിട്ടുണ്ട്. Some bodies were taken by birds. ചില വൃക്ഷങ്ങൾ തിന്നിട്ടുണ്ട്. Some were taken by the trees. ചില മൃഗങ്ങൾ തിന്നിട്ടുണ്ട്. Some were eaten by the ചില animals. മത്സ്യങ്ങൾ തിന്നിട്ടുണ്ട്. Some were eaten by the aquatic animals. ആകാശത്ത് കത്തിപ്പോയിട്ടുണ്ട്. Somewhere in the air. എവിടെയെല്ലാമാണ് നമ്മുടെ ശരീരാവശിഷ്ടങ്ങൾ കിടക്കുന്നത്? Nobody even knows where the remains of your body are. എവിടെയെല്ലാമാണ് കിടക്കുന്നത്? Wherever the body remains are. അതെങ്ങനെ ഒരുമിച്ച് കൂടും? How will you come together? ഒരുമിച്ച് കൂടുന്നതിന് ഒരു മാർഗ്ഗമേ ശേഷിക്കുന്നുള്ളൂ. നമ്മിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണ് അവയെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പോകുന്നത്. Only one thing that can come across is by the Holy Spirit. ആത്മാവിന്റെ കഴിവ് നിങ്ങൾക്ക് മനസ്സിലായോ സഹോദരങ്ങളെ? Do you know what the strength is of the Holy Spirit? എന്തെങ്കിലും ഒന്ന് കാണിക്കുവാൻ വേണ്ടിയുള്ളതല്ല ദൈവത്തിന്റെ ആത്മാവ്. It is not for something to show the Holy Spirit. ആത്മാവിന്റെ ശക്തിയും ആത്മാവിന്റെ ബലവും കുറച്ച് ചിന്തിക്കരുത്. We do not have to think that it's something very small. സാത്താനെ നീ പോന്ന് പറയുവാൻ വേണ്ടി മാത്രമുള്ളതല്ല ദൈവത്തിന്റെ ആത്മാവ്. Do not think to rebuke Satan is the only thing ഈ for Holy Spirit. താഴ്ചയുള്ള ശരീരത്തെ For this body തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുവാൻ to associate with the body of Christ, ഈ ക്ഷീണമുള്ള ശരീരത്തെ, the weak body, ഈ ബലഹീനമായ ശരീരത്തെ the complete weak body, രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നതാണ് ദൈവത്തിന്റെ the പരിശുദ്ധാത്മാവ്. Holy Spirit is going to transform associate കാഹളം with this body. വലിക്കുമ്പോൾ, Because a lot of things are going to happen കാഹളം വലിക്കുമ്പോൾ when the trumpet will blow. അക്ഷയരായി ഉയർത്തുവാൻ കഴിയുന്നതാണ് ദൈവത്തിന്റെ ആത്മാവ്. But it is the Holy Spirit which will transform your body. Praise the Lord. Hallelujah. ഈ ദൈവത്തിന്റെ ആത്മാവിനേക്കാൾ വലുത് എന്താണ് സഹോദരൻ? What is more important than the Holy Spirit? ദൈവമക്കൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വലിപ്പം കൽപ്പിക്കുക. You have to give importance to the Holy Spirit, my dear brother. ഇന്ന് പലരും കാണിക്കുന്നത് പോലെയുള്ള വലിപ്പത്തിനാകരുത്. I am not saying what a lot of people do. അതിന്റേതായ ഗൗരവം ദൈവം പഠിപ്പിക്കുന്ന രീതിയിലുള്ള വലിപ്പം ദൈവാത്മാവിന് കൊടുക്കണം. You have to give the main principle what is in the Bible. ഇന്ന് അനേകം ദൈവാത്മാവിന്റെ പ്രവർത്തനത്തെ തെറ്റിദ്ധരിച്ച് ചിന്തിക്കുക. A lot of people do not know what it is all about. അതുകൊണ്ട് ലോകത്തിൽ ക്രൈസ്തവ വിശ്വാസികൾ പോലും ഈവൻ പാസ്റ്റർമാർ പോലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിപ്പം കുറച്ചേ കാണുന്നു. That even the redeemed children of God, including the pastors, do not give importance to the Holy Spirit. കാത്തിരിപ്പ് യോഗത്തിലെ ഒരു അനക്കത്തിന് വേണ്ടിയാണ് ദൈവാത്മാവ് തെറ്റിദ്ധരിക്കുന്നത്. Do not think that only for a prayer meeting the Holy Spirit is. ഏതെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ സൗഖ്യം കൊടുക്കുവാൻ വേണ്ടിയുള്ളതാണ് ആത്മാവ് ധരിക്കുന്നവരുണ്ട്. If a lot of people think to have a healing, the Holy Spirit is there. പരിശുദ്ധാത്മാവിന്റെ വലിപ്പം അതിനേക്കാളൊക്കെ എത്രയോ ശ്രേഷ്ഠമാണ്. The Holy Spirit is very, very important, my dear brother. Hallelujah. നമ്മൾ ചിന്തിക്കുന്തോറും ദൈവം നമുക്ക് നൽകിയ പരിശുദ്ധാത്മാവിനെ ഓർത്ത് നമുക്ക് എത്രമാത്രം ദൈവത്തെ ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയും. We cannot even measure or fathom how much Holy Spirit is working in us. എലീശായേ, നിനക്ക് എന്താണ് ആവശ്യമായിരിക്കുന്നത്? Hey Elisha, what do you need right now? എനിക്ക് ആവശ്യം പരിശുദ്ധാത്മാവാണ്. I need the Holy Spirit. അതിനെന്താണ് മാർഗം? What is the path for it? ഏലിയാവ് എടുക്കപ്പെടണം. Elijah should be taken to heaven. ആ ഏലിയാവ് എങ്ങോട്ട് എടുക്കപ്പെടണം? Where should that Elijah go to? ഏലിയാവ് സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെടണം. Elijah needs to go to heaven. എന്നെ ഒത്തിരി സന്തോഷിപ്പിക്കുന്നു സഹോദരങ്ങളെ. I'm very happy to declare this. എവിടുന്നാണ് ഈ പരിശുദ്ധാത്മാവ് കിട്ടിയത്? From where did the Holy Spirit come? സ്വർഗ്ഗത്തിൽ നിന്ന്. From heaven. ഈ